ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ ഗൈഡിനകത്ത് ഒരുപാട് ടോപ്പിക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിന് മുന്നത്തെ മൊഡ്യൂളിലാണെങ്കിലും നമ്മുടെ സിലബസിൽ പറഞ്ഞതിനേക്കാളും 2 സെക്ഷൻ കൂടുതലാണ് നമ്മുടെ ഗൈഡിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മൊഡ്യൂളിലും അതെ, ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 11.1ഉം 11.2ഉം മാത്രമാണ് സിലബസിലുള്ളത്. 11.3ഉം 4ഉം കൂടിയും നമ്മുടെ ഗൈഡിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒരു ക്ലാരിഫിക്കേഷന് ശേഷം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. സിലബസിനകത്തില്ലാത്ത കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അറിവ്. അത് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഇനി അത് എടുക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈം കിട്ടുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാൻ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ കോംപ്ലിമെൻ്ററി മാത്സിലെ മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ. ഓക്കെ, നൗ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ കൺവേർജൻസ്, ഡൈവേർജൻസ് ക്രൈറ്റീരിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ സമ്മ് കണ്ടുപിടിക്കുന്നത്, ജോമെട്രിക് സീരീസ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ പോണത് ഇവിടെ ഹെഡിങ്ങിൽ തന്നെ കാണാം, കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലൊരു ടെസ്റ്റ് നമുക്ക് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നറിയാനായിട്ടുള്ളൊരു ടെസ്റ്റാണ് കൺവേർജൻ ടെസ്റ്റ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാറ്റഗറി ഓഫ് സീരീസ് തന്നെയാണ് കേട്ടോ. നൗ വാട്ട് ഈസ് കമ്പാരിസൺ ടെസ്റ്റ്? അപ്പോൾ നോക്കുക, ലെറ്റ് സമ്മേഷൻ I = 1 to infinity AI and summation I = 1 to infinity BI be series such that modulus of AI less than or equal to BI. അപ്പോൾ സമ്മേഷൻ I = 1 to infinity AI എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ കയ്യിൽ സമ്മേഷൻ I = 1 to infinity BI എന്ന് പറയുന്ന മറ്റൊരു സീക്വൻസും ഉണ്ട്, സീരീസും ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ AIകളുടെയും, അതായത് സമ്മേഷൻ A1 + A അല്ലെങ്കിൽ A1 + A2 + A3 + എക്സെട്ര എന്നാണ് നമ്മുടെ സീരീസ് പോണത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടേംസ് നോക്കുമ്പോൾ, അപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് A1 is less than or equal to B1, അതേപോലെ മോഡുലസ് ഓഫ് A2 is less than or equal to B2, അതുപോലെ മോഡുലസ് ഓഫ് A3 is less than or equal to B3. അതാണ് ഇതിനർത്ഥം. അതായത് ആദ്യത്തെ സീരീസിലെ ഓരോ ടേംസും കറസ്പോണ്ടിങ് സെക്കൻഡ് സീരീസിലെ ടേംസിനേക്കാളും മോഡുലസ് വാല്യൂ കുറവാണ്. മാത്രമല്ല സമ്മേഷൻ I = 1 to infinity BI കൺവേർജൻറ്റും കൂടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരും കൺവേർജൻ്റ് ആയിരിക്കും? സമ്മേഷൻ I = 1 to infinity AIയും കൺവേർജൻ്റ് ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം നമുക്ക് 2 സീരീസുകളുണ്ട്, സീരീസ് AIയും സീരീസ് BIയും. ഈ സീരീസ് AI ആരെക്കാളും ചെറുതാണ്, സീരീസ് BIയേക്കാളും ചെറുതാണ് വാല്യൂവിൽ കേട്ടോ. മാത്രമല്ല ഈ BI എന്ന് പറഞ്ഞ ആൾ തന്നെ കൺവേർജിങ് സീരീസ് ആണെങ്കിൽ അതിനേക്കാളും കുറഞ്ഞൊരു സീരീസും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലായിട്ട് ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ താഴെ ഒരു എക്സാമ്പിൾ കണ്ടോ, ഈ രീതിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് തരിക. അതായത് നമുക്കൊരു സീരീസ് തന്നിരിക്കും, ആ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് ടെസ്റ്റ് ഉപയോഗിക്കണം എന്ന് ആദ്യം ആലോചിക്കണം. നോർമലി nth ടേം ടെസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ nth ടേം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 1/2 1/2 എന്നുള്ള ഫോമിലേക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇത് എന്തല്ല, കൺവേർജിങ് ടു 0 ആണ്, ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവും. അപ്പോൾ കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനേക്കാളും വലിയൊരു കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ശീലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, 3/2 കൺവേർജൻ്റ് ആണ്. അതെന്താ കൺവേർജൻ്റ് ആവാൻ കാരണം? ഈ സാധനത്തിനെ, നമ്മുടെ ഈ ഒരു സീരീസിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ×
സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to infinity 1/2 ഹോൾ റേസ് ടു ഐ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താ 1/2 റേസ് സമ്മേഷൻ 1/2 റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും ഭാഗം കൺവേർജൻ്റ് ആണ്. ഈ ഒരു സീരീസ് കൺവേർജൻ്റ് ആണ്. ഇൻറ്റു 3യും കൂടെ ചെയ്താലും സമ്മ് കിട്ടും. അപ്പോൾ ഇതൊരു കൺവേർജൻറ്റ് സീരീസാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഇവിടെ നോക്കൂ. 2 raised to I is less than 2 raised to I plus 4. 2 raised to I plus 4. Right? അങ്ങനെയാണെങ്കിൽ 1/2 raised to I is greater than 1/2 raised to I plus 4 എന്ന് പറഞ്ഞൂടെ. രണ്ട് സൈഡിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 divided by 2 raised to I is greater than 3 divided by 2 raised to I plus 4. ഇനി ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് ഇതും കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഈ ചോയ്സ് ഓഫ് ദിസ് സീരീസ്, നമ്മൾ ഈ സീരീസിൻ്റെ ചോയ്സ് ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടണം. എന്താണ് 2 raised to I plus 4ഉമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കണം നമ്മൾ വീണ്ടും എടുക്കുന്നത്. അത് നമുക്ക് ചെയ്തുള്ള പ്രാക്ടീസിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, നിങ്ങളുടെ ഗൈഡിനകത്ത് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity minus 1 raised to I divided by I into 3 raised to I plus 1 converges. അപ്പോൾ കൺവേർജൻ്റ് ആണ് എന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിന്തിക്കണം, നമുക്ക് എന്ത് വേണം, ഇതിനേക്കാളും വലിയതായിട്ടുള്ളത്, ഇതിനേക്കാളും വലിയൊരു സീക്വൻസ് വേണം കൺവേർജൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ എ ഐ എന്താ, എ ഐ ഈക്വൽ ടു -1 raised to I divided by I into 3 raised to I plus 1 അല്ലേ? യെസ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം, എ ഐനേക്കാളും വലുതായിട്ട് മോഡുലസ് എടുക്കണം അല്ലേ? മോഡുലസ് ഓഫ് എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിട്ടുന്ന ഭാഗത്തിനാണ് വേണ്ടത്. നമുക്കറിയാം 3 raised to I is less than 3 raised to I plus 1 for I greater than or equal to 1. ഇനി വീണ്ടും 3 raised to I is less than I into 3 raised to I plus 1. ശരിയല്ലേ? I greater than or equal to 1 ആണെങ്കിൽ മാത്രം കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വി ഷുഡ് റൈറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഈ ചെയ്തു വരുമ്പോൾ ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/3 raised to I will be greater than or equal to 1 divided by I into 3 raised to I plus 1. നമുക്ക് ആവശ്യമുള്ള കമ്പാരിസൺ ആയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, നമ്മളപ്പോൾ ഡിനോമിനേറ്ററിന് ശ്രദ്ധിക്കാം. കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന് ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കൺവേർജൻ്റ് ആയിട്ട്, അപ്പോൾ നമുക്ക് ചില സീരീസുകൾ കൺവേർജൻ്റ് ആണെന്ന് മുൻകൂട്ടി അറിയണം. അപ്പോൾ നമുക്കറിയാം 1/n കൺവേർജൻ്റ് അല്ല, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ r raised to n a into r raised to I എന്ന് പറഞ്ഞ ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണ് വെൻ r is less than 1, മോഡുലസ് ഓഫ് r is less than 1 ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, സീരീസ് I ഈക്വൽ ടു 1 to infinity 1/3 raised to I എന്നെടുത്തു. ലെറ്റ് എ ഐ ഈക്വൽ ടു -1 raised to I divided by I into 3 raised to I plus 1 ആൻഡ് ബി ഐ ഈക്വൽ ടു 1/3 raised to I ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ നമ്മുടെ കമ്പാരിസൺ തന്നെയാണ് അവരും എഴുതിയിരിക്കുന്നത്. എന്താണ് I into 3 raised to I plus 1 എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ കിട്ടിയ, I into 3 raised to I into 3 ആണ്. ദാറ്റ് ഈസ് 3I into 3 raised to I which is greater than 3 raised to I.
അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്യും. അപ്പോൾ മോഡുലസ് ഓഫ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം, വേണമെങ്കിൽ ലെസ് ദാൻ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് കിട്ടി. ഇനി ബി ഐ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് 1/3 ലെസ് ദാൻ 1. ജോമെട്രിക് സീരീസ് വിത്ത് ആർ ഈക്വൽ ടു 1/3 ലെസ് ദാൻ 1. അതുകൊണ്ടാണ് അത് കൺവേർജ് ചെയ്യുന്നത്. സോ ആരും കൺവേർജൻ്റ് ആയിരിക്കും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐയും കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് റേഷ്യോ കമ്പാരിസൺ. നമ്മൾ നേരത്തെ 2 സീക്വൻസുകളെയാണ് കമ്പയർ ചെയ്തത്. ഇവിടെ അവരുടെ റേഷ്യോ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റാണ് നമ്മൾ കുറച്ചും കൂടിയും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറും കേട്ടോ പലപ്പോഴും. അപ്പോൾ നോക്കാം, ലെറ്റ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ ആൻഡ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ബി സീരീസ് വിത്ത് ബി ഐ ഗ്രേറ്റർ ദാൻ 0. എന്ന് വെച്ചാൽ ബി ഐ ഒരു പോസിറ്റീവ് ടേം സീരീസ് ആയിരിക്കും. ബി ഐയുടെ ഒരു ടേമും എന്തായിരിക്കില്ല? നെഗറ്റീവ് ടേം ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് 2 കാര്യങ്ങളാണ്. ഇഫ് മോഡുലസ് ഓഫ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ ഓൾ ഐ, ഓർ ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ ഒരു ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം, എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം, പക്ഷെ ഒരു ലിമിറ്റ്, ഫൈനൈറ്റ് ആയിട്ടൊരു ലിമിറ്റ് കിട്ടും. ഈ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതുന്നതിനർത്ഥം വിച്ച് ഈസ് ഫൈനൈറ്റ് എന്നാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ നോക്കൂ, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ഈസ് കൺവേർജൻറ്റ്. ബി ഐ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും കൺവേർജ് ചെയ്യും? എ ഐയും കൺവേർജ് ചെയ്യും. അത് നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റിനെ ഒന്നും കൂടി ഭംഗിയാക്കിയതാണ്. എന്താണ്? മോഡുലസ് ഓഫ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐയും ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ബൈ ബി ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഫൈനൈറ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ വിത്ത് ബി ഐ ഇസ് കൺവേർജൻറ്റ്, എ ഐയും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇനി തിരിച്ച് എ ഐസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐസ് ആവുകയും ഈ ലിമിറ്റിൻ്റെ വാല്യൂ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ ബി ഐ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആവുകയും ചെയ്തിട്ട് ബി ഐ ഡൈവേർജൻ്റ് ആണെങ്കിൽ ആരും ഡൈവേർജൻ്റ് ആയിരിക്കും? എ ഐയും ഡൈവേർജൻ്റ് ആയിരിക്കും. ഇവിടെയും നോക്കാം, നമ്മുടെ തന്നിരിക്കുന്ന ഒരു ഇതിൽ വലിയ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ചെറിയ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. ചെറിയ സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ വലിയ സീരീസും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, വലിയ ആൾ കൺവേർജ് ചെയ്താൽ ചെറിയ ആൾ കൺവേർജ് ചെയ്യും. ചെറിയ ആൾ ഡൈവേർജൻ്റ് ആണെങ്കിൽ ഈ വലിയ സീരീസും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഓരോ ഇതിലും മിക്കവാറും ഷോ ദാറ്റ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ് ഓർ ഡൈവേർജൻറ്റ് എന്നാണ് ചോദിക്കുക. അപ്പോൾ കൺവേർജൻറ്റ് എന്ന ക്വസ്റ്റ്യനാണ് തരുന്നതെങ്കിൽ നമ്മുടെ സീരീസിനേക്കാളും വലിയൊരു സീരീസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിനി ഡൈവേർജൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സീരീസിനേക്കാളും ചെറിയൊരു സീരീസ്, ഡൈവേർജൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന സീരീസ് ആരാണ്? സീരീസ് 1/n സീരീസ്, ഹാർമോണിക് സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ അങ്ങനത്തെ കുറച്ച് സീരീസ് n 1+1 2+3+ എക്സെട്ര എന്നും പറഞ്ഞു പോകുന്ന സീരീസും ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നോക്കണ്ടോ, ടു ചൂസ് ബി ഐ ഇൻ അപ്ലൈയിങ് ദ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് യു ഷുഡ് ലുക്ക് ഫോർ ഡോമിനൻറ്റ് ടേംസ് ഇൻ ദി എക്സ്പ്രഷൻ ഫോർ എ ഐ. നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിന് വേണ്ടിപ്പോൾ ഡോമിനൻറ്റ് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, ഈ ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ എന്നർത്ഥം. ഓക്കെ, നൗ യെസ്, ടെസ്റ്റ് ഫോർ ദി കൺവേർജൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവർ നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല? ഇത് കൺവേർജൻ്റ് ആണെന്നും പറഞ്ഞിട്ടില്ല, ഇത് ഡൈവേർജൻ്റ് ആണെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. ടെസ്റ്റ് ഫോർ ദി കൺവേർജൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു നേച്ചർ നോക്കൂ, 1/2i-1 അല്ലേ? ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഒരു 2i, ഒരു ജോമെട്രിക് സീരീസുമായി നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ്. എനിവേ
2 ആരെക്കാളും വലുതാണ്? 2i-1 വലുതാണ്. ഫോർ എവരി i ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഐയുടെ വാല്യൂ എന്തു തന്നെയാണെങ്കിലും 2i ആരെക്കാളും വലിയ ആളാണ്? 2i-1. ഇപ്പോൾ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ? 32. 32 - 1, 31 ഈസ് ലെസ് ദാൻ 2/5 അല്ലേ? അപ്പോൾ ഇത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവരുടെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയേ. 1/2i is less than 1 divided by 2i-1. തിരിച്ചാണ് അല്ലേ? എന്നിട്ട് നമ്മളിവിടെ കൺവേർജൻസ് നോക്കുമ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടേക്ക് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഇതും ഡൈവേർജൻ്റ് ആണെന്ന് പറയാമായിരുന്നു. അപ്പോഴാണ് ഇവിടെ നമ്മൾ റേഷ്യോ ടെസ്റ്റിൻ്റെ ആവശ്യകതയിലേക്ക് വരുന്നത്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്താണ്? AI ഡിവൈഡഡ് ബൈ BI. അപ്പോൾ ഇവിടെ AI എന്ന് പറഞ്ഞാൽ 1/2i-1 ഹോൾ ഡിവൈഡഡ് ബൈ 1/2i. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/2i-1 ഇൻറ്റു 2i എന്ന് കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 2i പുറത്തെടുത്താൽ എന്താ കിട്ടുക? ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു 1 - 1/2i എന്ന് കിട്ടും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഈ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കൂ. നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് i ഡിവൈഡഡ് ബൈ 2i. സോറി 2 മൈനസ് i ആണല്ലേ? 2 മൈനസ് 1 അല്ല. എന്നാലും ഇതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. 2 മൈനസ് i, ദാറ്റ് ഈസ് i. ഇവിടെ ഒരു i വരുന്നു. കഴിഞ്ഞില്ലേ? 2 മൈനസ് i. അപ്പം ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കൂ. എന്താ കിട്ടുക? ഈ സാധനം എന്തായി മാറും? 0 ആയി മാറും. കാരണം i ഇൻറ്റു 1/2i എന്ന് പറഞ്ഞ സീരീസ് ആ ഒരു ടേമിൽ 1/2i ആണ് ഫാസ്റ്ററായിട്ട് 0യിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ i ഇൻഫിനിറ്റിയിലേക്ക് എത്തണ ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ 1/2i എവിടേക്ക് എത്തിക്കാണും? 0യിലേക്ക് എത്തിക്കാണും. സോ ഈ ടേം, ഇവിടുത്തെ ഈ ഒരു ടേം എവിടേക്ക് പോവും? 0യിലേക്ക് പോവും. ലിമിറ്റ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി i ഇൻറ്റു 1/2i. അപ്പോൾ i/2 ഹോൾ റേസ് ടു അല്ലെങ്കിൽ i ഡിവൈഡഡ് ബൈ 2i എന്ന് പറഞ്ഞ സാധനം 0യിലേക്ക് ടെൻഡ് ചെയ്യും. ദെർഫോർ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 ഈക്വൽ ടു 1. ഇനി നോക്കാം, നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു കാര്യമാണ് ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി i ഡിവൈഡഡ് ബൈ 2i ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത് എന്തുവഴിയാണ്? എൽ ഹോപ്പിറ്റൽ റൂൾ വഴിയാണ്. നിങ്ങൾക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഇങ്ങനെയാണ്. അതായത് ഇവിടെ നമ്മൾ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി i ഡിവൈഡഡ് ബൈ 2i എന്ന് എടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് വരിക അല്ലേ? മുകളിലും താഴെയും ഇൻഫിനിറ്റി വരും. ആക്ച്വലി മുകളിലും താഴെയും ഇൻഫിനിറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ഐയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ 2iയുടെ ഡെറിവേറ്റീവ് എന്താ? 2i ഇൻറ്റു ln2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇത് ഇത്രയും ഭാഗം കോൺസ്റ്റൻ്റ് ആണ്. 1 ഡിവൈഡഡ് ബൈ ln2 കോൺസ്റ്റൻ്റ് ആണ്. 2i എവിടേക്ക് കൺവേർജ് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ 1/2i 0. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആ ഒരു സീരീസിൻ്റെ കൺവേർജൻസ്. അതായത് ഈ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മുടെ താഴത്തെ BI എന്ന് പറഞ്ഞ സീരീസ് AI സീരീസിനേക്കാളും
നമ്മളെന്താ പറഞ്ഞു വന്നേ, നമ്മളത് അങ്ങനെ കമ്പാരിസൺ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടു 1 വന്നു. അതിനകത്ത് BI കൺവേർജ് ചെയ്യുന്ന സീരീസാണ് താനും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, AI ഈസ് കൺവേർജൻ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തൊരെണ്ണം നോക്കൂ. ഇത് ഡൈവേർജൻ്റ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട സീരീസ് ആരാണ്? ഹാർമോണിക് സീരീസ്. ഇവിടെ നമുക്ക് വ്യക്തമായി അറിയാം ആരേക്കാളും വലുതാണ്. നമ്മൾ 4 plus I is greater than I. അതുകൊണ്ട് തന്നെ 2 divided by 4 plus I will be less than 1 by I. ശരിയാണോ? ഇനി നമ്മളിവിടെ റേഷ്യോ ടെസ്റ്റ് എടുക്കാം. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AI by BI ഈക്വൽ ടു എന്ന് കിട്ടും. അതിനകത്ത് 2 divided by 4 plus I divided by 1 by I. അതായത് AI എന്ന് പറഞ്ഞാൽ 2 divided by 4 plus I എന്ന് എടുക്കാം. അതേസമയം BI ഈക്വൽ ടു വേണമെങ്കിൽ 1 by I യോ 2 by I യോ എന്തെടുത്താലും ഒരു കുഴപ്പവും വരില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് 2 by I എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 by I എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇവിടേക്ക് എത്തും നോക്കാം. ഈ സ്റ്റെപ്പ്, അപ്പോൾ ഇതെന്താ വരിക? 2 divided by 4 plus I into I divided by 1. That is 2I divided by 4 plus I എന്ന് കിട്ടും. എന്നിട്ട് I കോമൺ ആയിട്ട് പുറത്തെടുക്കുക. I കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 2I divided by I into 4 by I plus 1 എന്ന് കിട്ടും. അപ്പോൾ ഐയും കട്ട് ചെയ്ത് കളഞ്ഞ് I ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2 divided by 4 by ഇൻഫിനിറ്റി, അതായത് 0 plus 1, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടി അല്ലേ. ഡിനോമിനേറ്ററിലുള്ള സീരീസ് ഡൈവേർജൻ്റ് ആണ് താനും. ലിമിറ്റ് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 കിട്ടുകയും ചെയ്തു, ഗ്രേറ്റർ ദാൻ 0 കിട്ടുകയും ചെയ്തു. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിനകത്ത് എന്താ പറയുന്നത് നോക്കൂ. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിനകത്ത് ഇതിന് ഈ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ BI ഡൈവേർജൻ്റ് ആണെങ്കിൽ AIയും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടി? BI ഡൈവേർജൻ്റ് ആണ് ഓൾറെഡി. സോ AIയും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഫറെൻറ്റ് മെത്തേഡിൽ ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പാർഷ്യൽ സമ്മേഷൻ I ഈക്വൽ ടു 1 to 3 minus 1 raised to I divided by I into 3 raised to I plus 1. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടുള്ള കേസല്ല. ഇനി എന്താണ്? എസ്റ്റിമേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാർഷ്യൽ സം ആൻഡ് സം ഓഫ് ദി എൻറ്റയർ സീരീസ്. അവിടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, വാട്ട് വി ഹാവ്. നമുക്കപ്പോൾ സീരീസിനെ എക്സ്പാൻഡ് ചെയ്യാം. I ഈക്വൽ ടു 1 കൊടുക്കുക, പ്ലസ് I ഈക്വൽ ടു 2 പ്ലസ് I ഈക്വൽ ടു 3. I ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3. ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് 1 ബൈ 3 സ്ക്വയർ. അടുത്തത് പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3 ക്യൂബ് വരും, മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 റേസ് ടു 4. അപ്പോൾ അതിനൊക്കെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ അറൗണ്ട് 0.0967 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? എസ്റ്റിമേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാർഷ്യൽ സം ആൻഡ് ദി സം ഓഫ് ദി എൻറ്റയർ സീരീസ്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താണ്? സമ്മേഷൻ I ഈക്വൽ ടു, ഇവിടെ നോക്കാം, സമ്മേഷൻ I ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി AI മൈനസ് സമ്മേഷൻ I ഈക്വൽ ടു 1 to n AI വേണം. അതായത് സമ്മേഷൻ I ഈക്വൽ ടു n പ്ലസ് 1 മുതൽ ഇൻഫിനിറ്റി. അതായത് എന്താ അതിനർത്ഥം? ഈ ഡിഫറൻസ് നമ്മൾ പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്രായിൽ നിന്നും എന്ത് കുറയ്ക്കണം? A1 പ്ലസ് A2 പ്ലസ് A3 നമ്മൾ കുറയ്ക്കുന്നു. അതല്ല ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് A4 പ്ലസ് A5 പ്ലസ് A6 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ ആ സീരീസിൻ്റെ ആക്ച്വലിറ്റി ആദ്യത്തെ 3 ടേം നമ്മൾ ഒഴിവാക്കുകയാണേ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ദാറ്റ് ഈസ് സമ്മേഷൻ I ഈക്വൽ ടു 4 to ഇൻഫിനിറ്റി AI.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം. സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity minus 1 raised to I divided by 3 raised to I plus 1 into I മൈനസ് നമ്മുടെ ഇപ്പോൾ കിട്ടിയ വാല്യൂ എന്താണ്, മൈനസ് ഓഫ് 0.0967 എന്ന് വെച്ചാൽ I ഈക്വൽ ടു 4 to infinity എന്നുള്ള ടേമാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ടേം ഇവിടെ ഇത് നമുക്ക് അറിയാവുന്നൊരു ഇനീക്വാളിറ്റിയാണ്, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് മോഡുലസ് ഓഫ് സമ്മേഷൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മോഡുലസ്. അപ്പോൾ മോഡുലസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മോൾ ഭാഗം, അതായത് മൈനസ് 1 raised to I എന്ന് പറഞ്ഞ സാധനം 1 ആയി മാറും. അപ്പോൾ 1 divided by 3 raised to I plus 1 into I which is again less than or equal to I equal to 4 to infinity 1 divided by 3 raised to I plus 1. കാരണം എന്താ, 3 raised to I plus 1 ഇത് അതിൻ്റെ റീസൺ എന്താണ്, 1 divided by 3 raised to I plus I. Okay, I plus 1 plus I is less than 1 divided by 3 raised to I plus 1. Okay, കാര്യം എന്താണെന്ന് അറിയാലോ. കാര്യം എന്താ, 3 raised to I plus 1ൻ്റെ കൂടെ I മൾട്ടിപ്ലൈ ചെയ്ത സാധനം ആരെക്കാളും കൂടുതലാണ്, 3 raised to I plus 1-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തു പോകും. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ജോമെട്രിക് സീരീസിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുക 1/3 raised to 5 plus 1/3 raised to 6 plus 1/3 raised to 7 എന്ന ഫോമിലാണ്. അവിടെ നമ്മൾ 1/3 raised to 5നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ 1/3 raised to 5 ഇൻറ്റു അതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കതൊരു AI ഫോം, ഏത് A into R raised to I ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. ആ ഫസ്റ്റ് കിടക്കുന്ന 1/3 raised to 5നെ പുറത്തെടുത്തിട്ട് 1 plus 1/3 plus 1/3 square plus etc എന്ന് കൊടുക്കുക. അപ്പോൾ 1/3 raised to 5 into 1 divided by 1 minus 1/3 A divided by 1 minus R എന്ന ഫോർമുലയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഫോർമുല എന്താണ്, A divided by 1 minus R. അപ്പോൾ 1/5 into 3/2. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഇതെന്താ എററാണ് ശരിക്കും. ആക്ച്വൽ വാല്യൂവിൽ നിന്നും നമ്മുടെ ആ ഒരു പാർഷ്യൽ സമ്മിൻ്റെ വാല്യൂ കുറച്ചപ്പോൾ കിട്ടിയ എറർ 0.0062 ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, വി മേ കൺക്ലൂഡ് ദാറ്റ് summation I equal to 1 to infinity minus 1 raised to I divided by 3 raised to I plus 1 into I lies in the interval. ഏത് ഇൻ്റർവെല്ലിലാണ്, നമ്മുടെ ഈ വാല്യൂ മൈനസ് 0.0062 ദി വാല്യൂ പ്ലസ്, അതായത് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ കണ്ടുപിടിച്ച സാധനവും ഒറിജിനൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം എത്രയേ വരുള്ളൂ, 0.0062. അതായത് ഈ വാല്യൂവിനേക്കാളും ഒന്നുകിൽ 0.0062 കൂടുതൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ സം എന്തിനകത്ത് വരും, ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സീരീസിനെ പറ്റി പരിചയപ്പെടാൻ പോവുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമുക്ക് നോക്കാം. യെസ്, എ സീരീസ് summation I equal to 1 to infinity AI is called alternating. അപ്പോൾ ഒരു സീരീസിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് എന്ന് വിളിക്കുന്നത് if the terms AI are alternatively positive and negative and if the absolute value mod AI is decreasing to 0. എന്ന് വെച്ചാൽ നമ്മളൊരു സീരീസ് നോക്കുമ്പോൾ ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തെ പോസിറ്റീവ്, നാലാമത്തെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആയാൽ അടുത്തത് നെഗറ്റീവ് എന്നുള്ള ഫോമിലേക്ക് പോവുക. അതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു കാര്യം നോക്കേണ്ടത്, മോഡുലസ് ഓഫ് AI ഡിക്രീസിങ് ടു 0. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ അതായത് ലിമിറ്റ് n ടെൻസ് ടു എന്ത് വേണം, ഇതിനർത്ഥം എന്താ, മോഡുലസ് ഓഫ് AI ഡിക്രീസിങ് ടു 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI ഈക്വൽ ടു 0 എന്ന് കിട്ടണം എന്നർത്ഥം. അപ്പോൾ
പറയുന്നത് A1 ഈസ് ഗ്രേറ്റർ ദാൻ 0, A2 ലെസ് ദാൻ 0, A3 അല്ലെങ്കിൽ A1 ലെസ് ദാൻ 0 ആണെങ്കിൽ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിരിക്കണം. A1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ ഇത് ഓരോ ടേം കടന്നു പോകുമ്പോഴും കുറഞ്ഞ് ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം. ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AI ഈക്വൽ ടു 0. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓൾട്ടർനേറ്റിംഗ് ആണോ അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് ആണോ, മൈനസ് പ്ലസ് ആ ഒരു പാറ്റേൺ ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇസ് ദ സീരീസ് 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 എക്സെട്ര ഓൾട്ടർനേറ്റിംഗ്? യെസ്. അപ്പോൾ നോക്കാം, ദ ടേംസ് ഓൾട്ടർനേറ്റ് ഇൻ സൈൻ അല്ലേ. ഹിയർ A1 ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 0, A2 ഈക്വൽ ടു മൈനസ് 1/2 ലെസ് ദാൻ 0, A3 ഈക്വൽ ടു 1/3 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ പ്ലസ് മൈനസ് എന്നാണ്. അപ്പോൾ കണ്ടീഷൻ 1 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കാം, കുറഞ്ഞു വരുന്നതാണോ എന്ന് നോക്കണം. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് AI. മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞാൽ 1/i ആണല്ലോ. മോഡുലസ് ഓഫ് AI ഈക്വൽ ടു 1/i. അപ്പോൾ 1/i ഇത് മോഡുലസ് ഓഫ് AI 1/i equal to modulus of AI equal to 1/i is less than is greater than 1 divided by I plus 1, which is equal to modulus of I plus 1. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് വാല്യൂ നോക്കണം അല്ലേ. ഇവിടെ AI എന്താണ്? AI ഈക്വൽ ടു -1, മോഡുലസ് ഓഫ് AI മതി. അപ്പോൾ എഗെയിൻ മോഡുലസ് ഓഫ് AI ഈക്വൽ ടു 1/i. അപ്പോൾ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI ഈക്വൽ ടു എന്താ വരിക? 0 എന്ന്. അപ്പോൾ 3 കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് ആരാണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ടേംസ് ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ 1 ഹോൾഡ് ചെയ്യും. ഇനി നമ്മളോടൊരു സീരീസ് ഓൾട്ടർനേറ്റിംഗ് ആണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്ന് വ്യക്തമായി എഴുതണം. എന്നിട്ടാണ് നമ്മൾ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്ന് എഴുതുക. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്, 3 കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് തന്നിരിക്കുന്ന സീരീസ് 1 മൈനസ് 1/2 പ്ലസ് എന്ന സീരീസാണ്. ഇൻ വിച്ച് A1 ഈക്വൽ ടു 1, A2 ഈക്വൽ ടു -1/2 എന്നൊക്കെ നമ്മൾ എഴുതാം. അപ്പോൾ A1 ഗ്രേറ്റർ ദാൻ 0, A2 ലെസ് ദാൻ 0. അപ്പോൾ കണ്ടീഷൻ 1 ഹോൾഡ് ചെയ്യുന്നു. നെക്സ്റ്റ് മോഡുലസ് ഓഫ് AI ഈക്വൽ ടു 1/i and modulus of AI plus 1 equal to 1/i plus 1. 1/i is greater than 1/i plus 1 for every I equal to 1, 2, 3 etc. Therefore, condition 2 holds. ഇനി അടുത്തത് എന്താ വേണ്ടേ? കണ്ടീഷൻ 3. അപ്പോൾ ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI ഈക്വൽ ടു ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/i which is equal to 0. Hence, condition 3 is also holds. Since all the 3 conditions hold, the given series is alternating എന്നാണ് നമ്മൾ എഴുതി നിർത്തുക. ഓക്കെ, നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. അപ്പോൾ അടുത്തത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റാണ്. അതായത് സീരീസ് ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം ഈ സാധനം കൺവേർജ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് തന്നിരിക്കുന്ന ഒരു സീരീസ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കൺവേർജൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നോക്കുക, ഇഫ് സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity AI is a series such that AIs are alternate in sign, are decreasing in absolute value and tend to 0, then it is convergence. അപ്പോൾ കൺവേർജൻസിന് നമ്മളൊരു ക്രൈറ്റീരിയ കൊടുക്കുകയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. ഇനി എറർ മെയ്ഡ് ഇൻ അപ്രോക്സിമേറ്റിംഗ് ദ സം by Sn equal to summation I equal to 1 to n AI is not greater than
മോഡുലസ് ഓഫ് എ എൻ പ്ലസ് വൺ. അതായത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുക, എസ് എൻ അപ്രോക്സിമേറ്റ് ചെയ്താൽ എ എൻ പ്ലസ് വണ്ണിൻ്റെ, അതായത് A1 മുതൽ AN വരെയുള്ള എല്ലാവരുടെ സമ്മും കൂട്ടിക്കഴിഞ്ഞാൽ ആരെക്കാളും കൂടുതലായിരിക്കാൻ പാടില്ല, ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എ എൻ പ്ലസ് വൺ. അത്രയും നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ എ എൻ പ്ലസ് വണ്ണിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കണം. കാരണം എന്താണ്, ഇത്രയും സാധനം പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നതിൻ്റെ നേരെ നെഗറ്റീവ് സൈനുള്ള ആളായിരിക്കും അപ്പുറത്ത് കിടക്കുന്നുണ്ടാവുക അല്ലേ. എന്നിൻ്റെ നെഗറ്റീവ് സൈനുള്ള ആളാണ് എൻ പ്ലസ് വൺ. അപ്പോൾ മോഡുലസ് ഓഫ് എ എൻ പ്ലസ് വണ്ണിനേക്കാളും ചെറിയതായിരിക്കണം അതിന് മുമ്പുള്ള എല്ലാവരെയും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന സം എന്ന് ചുരുക്കം. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഷോ ദാറ്റ് ദ സീരീസ് ഇസ് കൺവേർജസ്. എഗെയിൻ നമ്മുടെ നേരത്തെ കണ്ട എക്സാമ്പിളിലെ സീരീസാണ്. അപ്പോൾ അത് കൺവേർജ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, നമ്മൾ നേരത്തെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, അതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. ഇനി ഫൈൻഡ് ഇറ്റ്സ് സം വിത്ത് ആൻ എറർ നോട്ട് മോർ ദാൻ 0.04. അപ്പോൾ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ എന്തായിരിക്കും മോഡുലസ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, എറർ എത്ര വേണം, 0.04 എന്ന് കിട്ടണം. അതായത് 1/25. അപ്പോൾ 1/25നേക്കാളും എറർ കുറയണമെങ്കിൽ എവിടെ വരെ നമ്മൾ ആഡ് ചെയ്തെടുക്കണം, 24th ടേം A24 വരെ ആഡ് ചെയ്യണം. അപ്പോൾ S24 ഈക്വൽ ടു ഈ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 1 - 1/2 + 1/3 എക്സെട്ര 1/24 വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.06727 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ശരിക്കും S25 എന്താ, അതിൻ്റെ കൂടെ 1/25 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആരെക്കാളും കുറവാണ്, 0.04നേക്കാളും കുറവായിരിക്കും. ഈവൻ ബെറ്റർ എസ്റ്റിമേറ്റ് ഇസ് മിഡ് പോയിൻറ്റ്. നമ്മൾ മിഡ് പോയിൻറ്റിലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫൈനൽ ആയിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൻ്റെയും ഓൾട്ടർനേറ്റിംഗ് സീരീസ് വെച്ചിട്ട് സീരീസ് കൺവേർജൻസ് ആണ്, അതിൻ്റെ എറർ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടേമിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എവിടെ വരെ ചെയ്താൽ മതി, S24 വരെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. ഇത് ഫൈൻഡ് ഇറ്റ് സം വിത്ത് എൻ എറർ നോട്ട് മോർ ദാൻ 0.004 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ 0.04 എന്ന് പറഞ്ഞാൽ 1/25 ആണെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ 1/25നേക്കാളും കുറവുള്ള എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S24 ആണ്. അവിടെ കണ്ടുപിടിക്കുക. ഈ ബ്രാക്കറ്റിലുള്ള കാര്യം നമുക്ക് ആവശ്യമില്ല ആക്ച്വലി കേട്ടോ. അടുത്തത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന്, അപ്പോൾ ഈ -1/i കാണുമ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിനുള്ളൊരു സാധ്യത ചിന്തിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസിനുള്ളൊരു സാധ്യത എന്താണ്, പ്ലസും മൈനസും ഓൾട്ടർനേറ്റീവ്ലി വരണമെങ്കിൽ -1/2 എന്നുള്ള ആ ഒരു പവർ നമ്മൾ സീരീസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഉണ്ടായിരിക്കും. അതായത് ഈ നേരത്തെ കണ്ട ആളുടെ ഈ എക്സ്പ്രഷൻ എന്താണെന്നറിയോ, സമ്മേഷൻ i = 1 to infinity -1/i + 1 ഡിവൈഡഡ് ബൈ i ആണ്. ഒന്നുകൂടി എഴുതാം അല്ലേ. സമ്മേഷൻ i = 1 to infinity -1/i + 1 ഉണ്ട്. i + 1 ഡിവൈഡഡ് ബൈ i, -1/i + 1 ഡിവൈഡഡ് ബൈ i. അതായത് 1/i ആണ് ഹാർമോണിക് സീരീസ്, അതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് -1/, കാരണം i = 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 1 കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് -1ൻ്റെ പവറിൽ i + 1 കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ടേം i = 1 കൊടുത്താൽ എന്താ ഉണ്ടാവുക, -1 വരും. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ 2². ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി ലൈവ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടേം A1 = -1 ഡിവൈഡഡ് ബൈ 2, A2 = 1 ഡിവൈഡഡ് ബൈ 3², A3 = -1 ഡിവൈഡഡ് ബൈ 4².
അപ്പോൾ ഇതെന്താണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസാണ്. ആദ്യത്തെ ടേം നെഗറ്റീവ്, രണ്ടാമത്തെ ടേം പോസിറ്റീവ്, അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ഐ ഈവൻ ആവുമ്പോൾ പോസിറ്റീവും ഐ ഓഡ് ആവുമ്പോൾ നെഗറ്റീവുമാണ്. ഇനി അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നോക്കാം, എ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എ ഐ ഈക്വൽ ടു, that is modulus of AI equal to 1 divided by I plus 1 square. ഇനി AI plus 1 എന്താ വരിക? 1 divided by I plus 1 plus 1 I plus 2 square. Since I plus 1 square is less than I plus 2 square, 1 by I plus 1 square is greater than 1 divided by I plus 2 square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വരിക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇതൊരു ഡിക്രീസിങ് സീരീസ് ആണെന്ന് കിട്ടും. ഡിക്രീസിങ് ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഡിക്രീസിങ്. ഇനി I ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്ത് നോക്കൂ. ഡിനോമിനേറ്റർ 0യിലേക്ക്, ഇത് ഇൻഫിനിറ്റിയിലേക്ക്, മൊത്തത്തിലുള്ളത് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസാണ്, അതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആണ്. ഇനി ഇതേപോലെയാണ് ഇതിൻ്റെ സെക്കൻഡ് സീരീസും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ, we noted early in the section that the series summation I equal to 1 to infinity always converges if its terms go quickly enough so that to 0 quickly enough so that the series summation I equal to 1 to infinity modulus of AI is absolute value is convergent. അതായത് ഇനി അബ്സല്യൂട്ട് കൺവേർജൻസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? മോഡുലസ് ഓഫ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇത്രയുമാണ് ഇതിനകത്ത്. ദ സീരീസ് summation I equal to 1 to infinity modulus of AI of absolute values is convergent. Such a series is said to be absolutely convergent. അപ്പോൾ absolutely convergent ആയിട്ടുള്ള സീരീസ് എന്താണെന്ന് ചോദിച്ചാൽ, a series ഇങ്ങനെ എഴുതുക, a series summation I equal to 1 to infinity AI is said to be absolutely convergent if the series summation I equal to 1 to infinity modulus of AI of absolute values is convergent. അല്ലെങ്കിൽ if the series summation I equal to 1 to infinity modulus of AI of absolute values is convergent, then the series summation I equal to 1 to infinity AI is said to be absolutely convergent. അങ്ങനെ absolutely convergent അല്ല. ഇപ്പോൾ അടുത്തൊരു ഇതാണിത്, അതായത് ഹാർമോണിക് സീരീസ് 1 + 1/2 + 1/3 എക്സെട്ര എന്ന് പറയുന്നത് കൺവേർജൻ്റ് അല്ല നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണ്. എന്ന് വെച്ചാൽ സമ്മേഷൻ I equal to 1 to infinity AI കൺവേർജ് ചെയ്യുകയും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസിൻ്റെ സീരീസ് എടുക്കുമ്പോൾ ഡൈവേർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ I equal to 1 to infinity AI നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയും. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഹാർമോണിക്, ഇത് ഈ സാധനം, അതായത് 1 - 1/2 + 1/3 - 1/4 എന്ന് പറഞ്ഞ് പോണ ആൾ കണ്ടീഷണലി കൺവേർജൻറ്റിന് ഒരു എക്സാമ്പിളാണ്. അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റിന് നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ ഈ r⁻n 1/2 എടുക്കാം. അത് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റുമാണ്. നെക്സ്റ്റ് നമുക്കപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ I equal to 1 to infinity -1/i into √i the whole divided by I plus 4. അപ്പോൾ നമ്മളിത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ
കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എല്ലാം ചെക്ക് ചെയ്യണം. അപ്പം നമുക്കിവിടെ എ ഐ എന്താണ്? എ ഐ ഈക്വൽ ടു -1 ഇൻറ്റു √i ഡിവൈഡഡ് ബൈ i+4. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഐനെ പുറത്തെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം, √iനെ പുറത്തെടുത്ത് ചെയ്യാം. അതല്ല ഇവർ പറഞ്ഞ കണക്കിന് നോക്കുക, ഐയുടെ വാല്യൂ ഇങ്ങനെ ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഐയുടെ വാല്യൂ കൂടുമ്പോൾ ആക്ച്വലി 4 എന്ന് പറഞ്ഞ ആളവിടെ നെഗ്ലക്റ്റിംഗ് ആണ് അല്ലേ. നമ്മളിപ്പോൾ സപ്പോസ് ഐ ഈക്വൽ ടു നമ്മളിതിൽ എ ഐ എടുക്കാം. ഇതങ്ങനെ പറയാൻ കാരണം ഇഫ് അപ്പോൾ ഇവിടെ നോക്കാം, മോഡുലസ് ഓഫ് എ ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? മോഡുലസ് ഓഫ് -1 ഇൻറ്റു √i ഡിവൈഡഡ് ബൈ i+4. അവിടെ നമ്മൾ മോഡുലസ് അപ്ലൈ ചെയ്യുമ്പോൾ √i ഡിവൈഡഡ് ബൈ i+4 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ നിന്ന് √i കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ √i ഇൻറ്റു √i+4 ഡിവൈഡഡ് ബൈ √i ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i+4 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും √iകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √i+4 ബൈ √i. ഇവിടെ നോക്കൂ, നമ്മൾ i ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഈ ഒരു ടേം ആരായി മാറും? ഇഫ് ഐ ഗോസ് ടു ഇൻഫിനിറ്റി നമ്മുടെ ഈ ഒരു ടേം എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇതിന് ആരുടെ സ്വഭാവമാണ് വരിക എന്ന് പറയണേ? 1/√i എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ സീരീസും ബിഹേവ് ചെയ്യും. പക്ഷേ ഈ സമ്മേഷൻ i ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി ഐ എന്താ ചെയ്യുന്നത്? ആക്ച്വലി അത് ഡൈവേർജിങ് സീരീസാണ്, ഹാർമോണിക് ആണ് അല്ലേ. അതായത് ഹാർമോണിക് സീരീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡൈവേർജ് ചെയ്യും എന്ന് നമുക്ക് കിട്ടും. ആക്ച്വലി 1/n 1/√i അതുപോലെ 1/2n അതൊക്കെ ഡൈവേർജ് ചെയ്യുന്ന സീരീസുകളാണ്, സീക്വൻസുകളാണ്. നൗ നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴും ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. കാരണം ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ എന്ന് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 1 എന്നാണ് കിട്ടുക. നിങ്ങൾ ഈ ഒരു ഈ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ബൈ ബി ഐ ഈക്വൽ ടു ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി i ഡിവൈഡഡ് ബൈ i+4. അപ്പോൾ അതിനകത്ത് വീണ്ടും i പുറത്തെടുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/1 + 4/i എന്നാണ് കിട്ടുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/1 + 0 ദാറ്റ് ഈസ് 1. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ബി ഐ ഡൈവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് എ ഐയും മോഡുലസ് ഓഫ് എ ഐയും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് ഇദ്ദേഹം എന്തല്ല? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. ഇനി നമ്മളിതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് നോക്കുക. ഓൾട്ടർനേറ്റിംഗ് സീരീസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ നെഗറ്റീവ് പിന്നത്തെ പോസിറ്റീവ് എന്നുള്ള ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മോഡുലസ് ഓഫ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √i ഡിവൈഡഡ് ബൈ i+4. മോഡുലസ് ഓഫ് എ i+1 എന്താണ്? √i+1 ഡിവൈഡഡ് ബൈ i+5. നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നേരത്തെ പോലെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനൊരു മാർഗം കാണുകയാണ്. എന്താ? f(x) ഈക്വൽ ടു √x ഡിവൈഡഡ് ബൈ x+4 എന്നെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് നോക്കൂ, എന്താ കിട്ടുന്നത്? നമ്മൾ സാധാരണ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 4 - x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √x ഇൻറ്റു x+4 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിനോമിനേറ്ററിലൊക്കെ നോക്കൂ, ഡിനോമിനേറ്ററിനകത്ത് എല്ലാം പോസിറ്റീവ് കൊടുക്കുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ന്യൂമറേറ്ററിൽ എക്സിൻ്റെ വാല്യൂ 1 2 3 4 വേണ്ട 3 വരെ 1 2 3 വരെ എടുത്തു കഴിയുമ്പോൾ എന്താ? നെഗറ്റീവാണ് കിട്ടുക. എന്ന് വെച്ചാൽ 1 2 3 എടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടും. 4 തുടങ്ങി അങ്ങോട്ട് മുകളിലേക്ക് അതൊരു നെഗറ്റീവിലേക്ക് കിടക്കും അല്ലേ. 4ന് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂസിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് f of i is greater than f of i+1 എന്ന് കിട്ടും. for i greater than or equal to 4 means modulus of a4 greater than modulus of a5 and it is greater than modulus of a6. അപ്പോൾ നമ്മുടെ സീരീസ്
ഓൾട്ടർനേറ്റിംഗ് ആണ്. എപ്പോൾ I ഈക്വൽ ടു 4, 5, 6, 7 എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 3 ടേം അല്ലേ, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും വലിയ വ്യത്യാസമൊന്നും വരില്ല. കാരണം ആ 3 ടേമിൻ്റെ സമ്മ് നമുക്ക് ഫിക്സ്ഡ് ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ കൺവേർജൻസും കൂടെ കൂട്ടിയാലും കൺവേർജൻസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. അപ്പോൾ ഇത് എന്ത് കൺവേർജൻസ് ആണ്? എന്ത് കൺവേർജൻസാ? കണ്ടീഷണലി കൺവേർജൻറ്റ്. ഇനി ഒരു കാര്യം കൂടി നോക്കണമായിരുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ഈക്വൽ ടു 0 ആണോന്ന്. അതിന് സംശയമൊന്നുമില്ല. നമ്മൾ റൂട്ട് എക്സ് എടുത്ത് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് കിട്ടും. അവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഐ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ ഈക്വൽ ടു 0. ith ടേം 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജസ്റ്റ് ഒരു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു 9th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫുൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. അവർ റേഷ്യോ ടെസ്റ്റ് ചെയ്തു. റേഷ്യോ ടെസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന്. അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഐഡിയയും കൂടെ വന്നു. ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് നടത്തി. അവിടെയും നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ഡെറിവേറ്റീവിൻ്റെ കഥ എടുക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇത് ഒരെണ്ണം മറ്റേനേക്കാളും ചെറുതാണോ എന്ന് കമ്പയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അതിനൊരു ഫംഗ്ഷനാക്കി മാറ്റി ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ത്രൂ ഔട്ട് ലെസ് ദാൻ 0 ആവുന്ന വല്ല ടേണിംഗ് പോയിൻറ്റും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അവിടെ നിന്നൊട്ട് നമ്മുടെ സീരീസ് ഓൾട്ടർനേറ്റിംഗ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. അത് കൺവേർജൻ്റ് ആയ കാരണം ബാക്കി മുന്നേ നമുക്കൊരു ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് അല്ല, അതിൻ്റെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് കൺവേർജൻസിന് കുഴപ്പമൊന്നും വരില്ല. അതായത് 1 കോടി എന്ന് നമുക്ക് സമ്മ് കിട്ടിയാലും അവിടെ കൺവേർജൻ്റ് ആണ് സീരീസ് കേട്ടോ. അല്ലാണ്ട് ഈ 1 പോയിൻറ്റും 2 പോയിൻറ്റും ഒന്നും അല്ല. 1 കോടിയോ അല്ലെങ്കിൽ 10 കോടിയോ 100 കോടി കിട്ടിയാലും നമ്മുടെ സീരീസ് കൺവേർജൻ്റ് ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിനും മുകളിൽ നമുക്ക് അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മളവിടെ ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കൊരു കാര്യം നോക്കാനുള്ളത് അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ. A series summation I equal to 1 to infinity ai is called absolutely convergent if summation I equal to 1 to infinity modulus of ai is convergent. Every absolutely convergent series is convergent. ഇനി a series may be convergent without being absolutely convergent. Such a series is called conditionally convergent. അപ്പോൾ ഇത് നമ്മുടെ അബ്സല്യൂട്ടും കണ്ടീഷണൽ കൺവേർജൻസിൻ്റെയും ഡെഫിനിഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് നിങ്ങളുടെ ഗൈഡിലുണ്ടാവും. ഗൈഡിൽ നോക്കി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അസൈൻമെൻറ്റ് ഈ വീക്ക്, ഇന്നിപ്പോൾ ഈ വീക്കിൽ തന്നെ അസൈൻമെൻറ്റ് നമുക്ക് തരും. അടുത്ത സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സബ്മിറ്റ് ചെയ്യാൻ ഭാഗത്തിന്. അപ്പോൾ പ്രോബ്ലംസൊക്കെ ചെയ്ത് റെഡിയായി ഇരിക്കുക. ഓക്കെ, താങ്ക് യു.